കുനാൽ ഷാ ഇദ്ദേഹത്തെ പലരും അറിയുക നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്രെഡിൻ്റെ ഫൗണ്ടർ എന്ന രീതിയിലായിരിക്കും. പക്ഷേ അദ്ദേഹം അതിന് മുന്നേ പല സ്റ്റാർട്ടപ്പും തുടങ്ങിയിരുന്നു. നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ഫ്രീ ചാർജ് പറഞ്ഞ പ്ലാറ്റ്ഫോം അദ്ദേഹം ഫൗണ്ട് ചെയ്തതാണ്. ഫ്രീ ചാർജ് ഇപ്പോൾ ഓൺ ചെയ്യുന്നത് ആക്സിസ് ബാങ്ക് ആണ്. അദ്ദേഹം അത് ബിൽഡ് ചെയ്ത ശേഷം സ്നാപ്ഡീലിന് വിറ്റു. ഇപ്പോൾ നിലവിൽ ഫ്രീ ചാർജ് ഓൺ ചെയ്യുന്നത് ആക്സിസ് ബാങ്ക് ആണ്. ക്രെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡ് അദ്ദേഹം നല്ലൊരു വിഷനോട് കൂടി 2018 സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റാർട്ടപ്പാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷനും കാര്യങ്ങളൊക്കെ പലരും സംശയത്തോടു കൂടി നോക്കിയിരുന്നു, ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ. നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ആളുകളെ മാത്രമായിരുന്നു ഈ ഒരു ക്രെഡിലേക്ക് അവർ സൈനപ്പ് ചെയ്യാനായിട്ട് അനുവദിച്ചു ഇരുന്നത്. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടായിരുന്നു വന്നത്. ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റിൽ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം. അതുകൂടാതെ പല ബ്രാൻഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകുന്ന സെക്ഷനും ക്രെഡിറ്റ് സ്റ്റോർ എന്ന് പറയുന്ന സെക്ഷനുണ്ട്. പിന്നെ ക്രെഡിറ്റ് ട്രാവൽ ഉണ്ട്. അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് ക്രെഡിറ്റ് ആപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, വാട്സപ്പിൻ്റെ CEO ആയിട്ട് കുനാൽ ഷാ ജോയിൻ ചെയ്യുകയാണ്. അത് മാത്രമല്ല ഈ ഒരു ഫേസ്ബുക്കിൻ്റെ പേരന്റ് കമ്പനിയായ മെറ്റ ക്രെഡിൽ ഏകദേശം $900 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊന്നുമല്ല നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്. ഇപ്പോൾ നിലവിൽ ക്രെഡിൽ പഴയ രീതിയിൽ അത്യാവശ്യം ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ മൈൽ സ്റ്റോൺ ബേസ്ഡ് ആയിട്ട് നമുക്ക് പല വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ക്രെഡിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സും അതുപോലെ തന്നെ ക്രെഡിൽ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കൂളസ്റ്റ് ഫീച്ചേഴ്സും പരിചയപ്പെടാം. ഈ ഒരു വീഡിയോ ഒരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് ക്രെഡിറ്റ് ഉപയോഗിക്കാം. ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കണോ വേണ്ടയോ അതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്. ഡാറ്റയുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ മാനേജ് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാം. ഞാൻ പേഴ്സണലി എൻ്റെ മെയിലിൻ്റെ ആക്സസ് ഒന്നും ഇതുവരെ ഞാൻ ഈ ഒരു ക്രെഡിറ്റിന് കൊടുത്തിട്ടില്ല. സോ നമ്മുടെ ഡാറ്റ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചേക്കാം. സോ അതിൽ കൺസേൺ ഉള്ളവർ ഉപയോഗിക്കാതിരിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം ക്രെഡിലെ കുറച്ച് കൂളസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബില്ല് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്ത് വരും. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ വരും. അത് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തേക്കുക. ചിലപ്പോൾ അതിനകത്ത് തെറ്റൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് ഫെച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെയും ബില്ല് ടോട്ടലായിട്ട് നമുക്ക് മുകളിൽ കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എത്ര കാർഡാണ് ഡ്യൂ ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ടോട്ടൽ ബില്ല് നമുക്ക് കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒറ്റയടിക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാർഡിൻ്റെ ബില്ല് മാത്രം അടച്ചാൽ മതിയെങ്കിൽ ആ ഒരു കാർഡ് സെലക്ട് ചെയ്തുകൊണ്ട് പേ മോർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേ ചെയ്യാം. ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് എല്ലാ കാർഡിൻ്റെയും ബില്ല് നമുക്ക് ഒരുമിച്ച് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭ്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഓരോ കാർഡ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്രെഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം ഉണ്ടെന്ന് കാണിക്കും. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണും. അതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു കാർഡിൽ റിലയൻസ് ഡിജിറ്റലിൽ ഓഫർ വരുന്നുണ്ട്, OnePlusൽ ഓഫർ ഉണ്ട്. അങ്ങനെ 2 ബ്രാൻഡിലാണ് ഇപ്പോൾ ഓഫർ ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓഫറിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, എത്ര % ഓഫ്, അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് റിഡീം ചെയ്യാം, അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ യെസ് ബാങ്കിൻ്റെ ഒരു കാർഡാണ്. ഇനിയിപ്പോൾ SBI കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ സെയിം തന്നെ ആ ഒരു പർട്ടിക്കുലർ കാർഡിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരാനായിട്ട് എത്ര ദിവസം ഉണ്ടെന്ന് കാണിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കൂളസ്റ്റ് ഫീച്ചർ ഇതാണ്. അത് എന്തെങ്കിലും ചാർജ് ഉള്ള ടൈപ്പ് കാർഡാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മൈൽ സ്റ്റോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാക്കായിട്ട് വരും. ഇപ്പോൾ നിലവിൽ ഇത് ചാർജുള്ളൊരു കാർഡാണ്. 999 രൂപയാണ് ഈ ഒരു കാർഡിന് ആനുവൽ ചാർജ് വരിക. സോ അത് വേവ് ചെയ്യാനായിട്ട് നമ്മൾ 2 ലക്ഷം രൂപയാണ് ആനുവലി സ്പെൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്ന് നമുക്കിവിടെ ട്രാക്ക് ആയിട്ട് വരും. ഇപ്പോൾ മാർച്ച് 31 മുമ്പായിട്ടാണ് എൻ്റെ കേസിൽ ഈ ഒരു 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എത്ര രൂപ സ്പെൻഡ് ആയി എന്ന് നമുക്കിവിടെ വരും. ഇത് പലപ്പോഴും മെയിലൊക്കെ റീഡ് ചെയ്തുകൊണ്ടാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത്. സോ എൻ്റെ കാര്യത്തിൽ ഞാൻ മെയിലൊന്നും ഇതിന് ആക്സസ് കൊടുത്തിട്ടില്ല. സോ ഇതിനകത്ത് നമുക്ക് ആനിവേഴ്സറി ഡേറ്റ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു കാർഡ് നമുക്ക് പല കേസിലും ചാർജബിൾ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടൊക്കെ തരും. സോ അത് നമുക്ക് ലൈഫ് ടൈം ഫ്രീ എന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി ഞാൻ മൈൽ സ്റ്റോൺ കേസിൻ്റെ കാര്യത്തിൽ വർക്കാകുന്ന വേറൊരു കാർഡ് കാണിക്കാം. ഇപ്പോൾ ടാറ്റാനി ഇൻഫിനിറ്റി കാർഡാണ്. അത് ഓപ്പൺ
ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ഒക്കെ കാണിക്കും. അതിന് താഴെയായിട്ട് ഈ ഒരു കാർഡിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ട്. സോ അതിനായിട്ട് നമ്മൾ 50,000 രൂപ സ്പെൻഡ് ചെയ്യണം പ്രീവിയസ് ക്വാർട്ടറിൽ. സോ അതിനകത്ത് നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു അതിൻ്റെ പെർസെൻറ്റേജ് പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ട്രാക്കായിട്ട് വരും. ഇപ്പോൾ നിലവിൽ ജൂൺ 30 മുമ്പായിട്ട് 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അടുത്ത ക്വാർട്ടറിൽ എനിക്ക് 2 കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടുന്നത്. ഇനി മൈൽസ്റ്റോൺ ബെനിഫിറ്റ് വരുന്ന മറ്റൊരു കാർഡ് ബിസിനസ് റിഗാർഡ്. ഇപ്പോൾ 10,000 ബോണസ് റിവാർഡ് പോയിന്റ് കിട്ടാനായിട്ട് 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ അത് എത്ര രൂപ സ്പെൻഡ് ചെയ്യും അതിൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ആകും. പിന്നെ 5 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷം രൂപയുടെ സ്പെൻഡിങ് ആകുന്ന സമയത്ത് നമുക്ക് 5,000 അഡീഷണൽ ബോണസ് റിവാർഡ് പോയിന്റ് കൂടി കിട്ടും. അതും ട്രാക്ക് ആകും. പിന്നെ നമ്മുടെ ഈ ഒരു കാർഡിൻ്റെ ആനിവേഴ്സറി ഡേറ്റ് അനുസരിച്ച് അതിൽ എത്ര പെർസെൻറ്റേജ് പ്രോഗ്രസ് ആയി എന്നൊക്കെ ട്രാക്ക് ആകുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡ് ആക്ച്വലി ഇത് ചാർജബിൾ ആണ്. 3 ലക്ഷം രൂപ ആനുവൽ ഫീസ് പേ ചെയ്ത് കിട്ടണമെങ്കിൽ സ്പെൻഡ് ചെയ്യണം. അത് ട്രാക്ക് ആകും. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കിത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ഉള്ളത്. സോ അതെനിക്ക് മാർക്ക് ചെയ്യാം. മാർക്കസ് ദിസ് കാർഡ് ലൈഫ് ടൈം ഫ്രീ. ദിസ് കാർഡ് ലൈഫ് ടൈം ഫ്രീ. എനിക്കൊരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. സോ അതെനിക്ക് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ രീതിയിൽ നമുക്കത് മാർക്ക് ചെയ്യുകയും ചെയ്യാം. സോ ഇതൊക്കെയാണ് ക്രെഡിറ്റിലെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ബില്ല് നമുക്ക് ഒരുമിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും. 2, ഓരോ കാർഡിൻ്റെയും ഓഫേഴ്സ് നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. 3, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മൈൽ സ്റ്റോൺസ്, അതുപോലെ തന്നെ ആനുവൽ ചാർജ് വേവ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട്, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്ക് ആകും. പിന്നെ ക്രെഡിറ്റിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് സിബിൽ സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. മുമ്പൊക്കെ എക്സ്പീരിയൻസ് സ്കോർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് സിബിൽ സ്കോറാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ സ്കോർ, അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സിബിലിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൽ തന്നെ എടുക്കുവാനായിട്ട് സാധിക്കും. മാസത്തിൽ ഒരു തവണയാണ് നമുക്ക് നമ്മളുടെ സ്കോർ റീഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ വരുന്ന മറ്റൊരു കൂളസ്റ്റ് ഓപ്ഷൻ ഗിഫ്റ്റ് കാർഡ്സ് ആണ്. നമുക്ക് ഡിസ്കൗണ്ടിൽ ഗിഫ്റ്റ് കാർഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പല ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ 1000 രൂപയുടെ വൗച്ചർ 1000 ക്രെഡിറ്റ് കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ 98 രൂപയ്ക്ക് വാങ്ങാം. അതൊന്നും അത്ര വലിയ ഡീലല്ല, പക്ഷേ അത്യാവശ്യം ഡീലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ബുക്ക് മൈ ഷോയുടെ 500 രൂപയുടെ വൗച്ചർ 481 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. 1000 കോയിൻ കൊടുത്താൽ മതി. അങ്ങനെ കുറേയധികം ബ്രാൻഡ്സിൻ്റെ ഓഫേഴ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ആ ഡിസ്കൗണ്ട് കിട്ടുന്ന എമൗണ്ടിന് പകരമായിട്ട് നമ്മൾ ക്രെഡിറ്റ് കോയിൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ KFCയുടെ 1000 രൂപയുടെ വൗച്ചർ 940 രൂപയ്ക്ക് കിട്ടും. 60 രൂപ അവിടെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. 6% ഓഫ്. പകരം നമ്മൾ 1000 ക്രെഡിറ്റ് കോയിൻസ് കൊടുക്കണം. അങ്ങനെ പല ബ്രാൻഡ്സിൻ്റെയും ഓഫർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് 15% ഓഫ് നമുക്ക് അവൈലബിൾ ആണ്. യാത്രയാണെങ്കിൽ 5% ഓഫ്. മക്ഡിയിൽ ഇപ്പോൾ 1000 രൂപയുടെ വൗച്ചർ 900 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ പല ബ്രാൻഡ്സിൻ്റെയും ഗിഫ്റ്റ് കാർഡ്സ് നമുക്ക് ഡിസ്കൗണ്ടിൽ ക്രെഡിറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രെഡിറ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓഫറാണ് നമ്മൾ ക്രെഡിറ്റിൽ സ്കാൻ ആൻഡ് പേ വഴി റുപേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ മർച്ചൻ്റ് UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 1% ക്യാഷ് ബാക്ക് ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫർ വരുന്ന മറ്റൊരു സെക്ഷൻ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ആണ്. നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് സെക്ഷനിൽ അപ് ടു 20 രൂപ ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ക്രെഡിറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് പേ ബാക്ക് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് മൈൽ സ്റ്റോൺ രീതിയിലുള്ള കുറച്ച് റിവാർഡിങ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ 2 റിവാർഡ് അൺലോക്ക് ചെയ്തു. മൂന്നാമത്തെ റിവാർഡ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബില്ലടക്കുമ്പോഴാണ്. അതിപ്പോൾ സിംഗിൾ കാർഡിൽ തന്നെ പേ ചെയ്യണമെന്നില്ല. നിങ്ങൾ മൾട്ടിപ്പിൾ കാർഡ് ആണെങ്കിലും ടോട്ടൽ വാല്യൂ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു പീരീഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ആ റിവാർഡ് ലെവൽ അൺലോക്ക് ആകും. മൂന്നാമത്തെ റിവാർഡ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ 500 രൂപയുടെ മിന്ത്ര ഗിഫ്റ്റ് കാർഡ് 350 രൂപയ്ക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഫ്രീ കോഫി അറ്റ് സ്റ്റാർബക്സ് ആണ് വരുന്നത്. മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് ഈ ഒരു ഓഫറിൽ 300 രൂപ വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ വരുന്ന മറ്റൊരു ഗിഫ്റ്റ് കാർഡ് 300 രൂപ വരുത്താറുള്ള ഫ്രീ ഐസ്ക്രീം നമുക്ക് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് നേടുവാനായിട്ട് സാധിക്കും. 300 രൂപ വരെയാണ് മാക്സിമം ഡിസ്കൗണ്ട്. മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഡൈനിങ്ങിൽ 500 രൂപ ഓഫാണ്. ലെവൽ 2 25,000 രൂപ ഒക്കെ മുകളിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന റിവാർഡ് ഈ കാണുന്നതാണ്. ഒരു ഓഫർ ബിഗ് ബാസ്ക്കറ്റിൽ 160 രൂപ ഓഫായിരുന്നു. മറ്റൊന്ന് ഡൊമിനോസിൻ്റെ 200 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ 100 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളതായിരുന്നു. പിന്നൊന്ന് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. പിന്നെ അഷ്വഡി ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു എമൗണ്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. ഞാൻ ഈ ഒരു അഷ്വഡി ക്യാഷ് ബാക്ക് ആയിരുന്നു ഓപ്റ്റ് ചെയ്തത്. 15 രൂപയാണ് എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയത്. പക്ഷേ ഇതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കോയിൻ കൊടുക്കണം. 10,000 ക്രെഡിറ്റ് കോയിനാണ് നമുക്ക് കൊടുക്കേണ്ടി വരിക. ഇതിൽ ഏതെങ്കിലും ഒരു ഓഫറായിരിക്കും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ലെവൽ 1ലും ഈ പറഞ്ഞ രീതിയിൽ 3-4 ബ്രാൻഡ് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അതിലും ചൂസ് ചെയ്തത് ഈ ഒരു ക്യാഷ് ബാക്ക് ഓഫറായിരുന്നു. അതിലും എനിക്ക് 15 രൂപയാണ് ക്യാഷ് ബാക്ക് കിട്ടിയത്. ലെവൽ 1 1000 രൂപയ്ക്ക് മുകളിൽ എന്തോ ബില്ല് പേ ചെയ്താൽ മതിയായിരുന്നു. കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പം നിലവിൽ ക്രെഡിറ്റ് പേ ബാക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടി നടക്കുന്നുണ്ട്. ജൂൺ 30 ആകുമ്പോൾ ഇത് റീസെറ്റ് ആകും. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി